പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കുകയാണ്. രാവിലെ 11 മണിക്ക് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ഉച്ചയ്ക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ. തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും കുന്നംകുളത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രണ്ടാം തവണയാണ് മോദി സംസ്ഥാനത്ത് എത്തുന്നത്. രണ്ടാം ഘട്ട പ്രചാരണത്തിനായി വയനാട്ടിൽ എത്തുന്ന രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിൽ 6 പരിപാടികൾ ആണ് ഉള്ളത്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, വെള്ളമുണ്ട എന്നിവിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന രാഹുൽ പുതുപ്പള്ളിയിലെ കർഷക സംഗമത്തെയും അഭിസംബോധന ചെയ്യും. വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന UDF റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെയും പ്രധാനമന്ത്രിയുടെയും സന്ദർശനത്തിൽ സമഗ്രമായ കവറേജ് ആണ് ന്യൂസ് 18 നൽകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ഡാനി പോളും അതോടൊപ്പം തന്നെ S വിനേഷ് കുമാറും ആണ് കുന്നംകുളത്ത് നിന്ന് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഒപ്പം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് CV അനുമോദ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ആദ്യം വിനീഷിലേക്കാണ് പോകുന്നത്. വിനീഷ്, മോദി വീണ്ടും എത്തുകയാണ് കേരളത്തിൽ. എത്രത്തോളം ആവേശത്തിൽ ആണ് BJP പ്രവർത്തകർ? എത്രത്തോളം വലിയ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്? സ്ഥാനാർത്ഥികളിലും പ്രവർത്തകരിലും ആവേശം നിറച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തെത്തുന്നത്. ഇന്ന് കൃത്യം 10:30 ഇവിടെ കുന്നംകുളത്തുള്ള ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ മാർഗം പ്രധാനമന്ത്രി പറന്നിറങ്ങുന്നത്. അതിനുശേഷം അവിടെ നിന്ന് വാഹനമാർഗം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്താണ്, ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. ഇവിടെയാണ് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. പ്രധാനമായും 3 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും മോദിക്കൊപ്പം വേദി പങ്കിടും. അതിൽ ഒന്ന് ഈ മണ്ഡലം പരിപാടി നടക്കുന്ന ആലത്തൂർ മണ്ഡലത്തിലുള്ള NDA സ്ഥാനാർത്ഥി ഡോക്ടർ CN സരസുവാണ്. മറ്റൊന്ന് തൃശൂർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ്. ഇനിയൊന്ന് പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യമാണ്. ഈ 3 പേരും പ്രധാനമന്ത്രിക്കൊപ്പം ഇവിടെ വേദി പങ്കിടും. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നരേന്ദ്രമോദിയുടെ 2ാമത്തെ വരവാണ് ഇത് കേരളത്തിലേക്ക്. ആദ്യം പാലക്കാടാണ് വന്നിരുന്നത്. പാലക്കാട് റോഡ് ഷോ മാത്രമാണ് നടത്തിയിരുന്നത്. ഇവിടെ പക്ഷേ റോഡ് ഷോ ഇല്ല. അതേസമയം ഇവിടെ പൊതുസമ്മേളനമുണ്ട്. അതിലാണ് ജനങ്ങളെ, വോട്ടർമാരെയും പ്രധാനമായും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ചും ഒപ്പം തന്നെ ബില്ലുകൾ പ്രധാനമായും നമുക്കറിയാം കേരളത്തിലെത്തുമ്പോൾ പ്രധാനമായും വിഷയമാണ് ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെ ഇത്തവണത്തെ പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി കൃത്യമായ അതിനൊരു വിശദീകരണം കൂടി കാണേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയുമാണ് ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഇടത് ദേശീയ നേതാക്കൾ കൂടി സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികളിൽ സജീവമാവുകയാണ്. ഇനി 10 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് നേതാക്കൾക്ക് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ ദേശീയ നേതാക്കൾക്ക് അധിക ദിവസം ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന സന്ദർശനം കൂടിയായി മാറിയേക്കാം. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ അടക്കം നിശ്ചയിക്കപ്പെടുന്നത് ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയാണ്. അതുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ എത്തുമോ പ്രധാനമന്ത്രി എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. പക്ഷേ എന്തു തന്നെയായാലും കേരളത്തിൽ ഇത്തവണ താമര വിരിയിക്കുക എന്ന ലക്ഷ്യം BJPക്കുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന കാലയളവിലും അതിനു മുമ്പും ആയി ഈ വർഷം ഇത് 6ാം തവണ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത്. ഡാനി പോളുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, നമുക്ക് ദൃശ്യങ്ങളിൽ നിരവധി ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. പത്മജ വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളൊക്കെ നേരത്തെ തന്നെ എത്തിയതാണ്. അങ്ങനെ കൂടുതൽ നേതാക്കൾ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എപ്പോഴാണ് കുന്നംകുളത്തെ പൊതുപരിപാടി ആരംഭിക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, 11 മണിക്ക് തന്നെ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഗുരുവായൂരപ്പൻ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ എത്തിയ ശേഷം അവിടെ നിന്ന് കാർ മാർഗം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പൊതുസമ്മേളനം അത് വരുന്നതിന് മുൻപ് തുടങ്ങുന്നുണ്ട്. വിവിധ നേതാക്കൾ അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. BJPയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ, അതോടൊപ്പം തന്നെ നടനും BJP സംസ്ഥാന ഉപാധ്യക്ഷനുമായ ദേവൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മറ്റു BJP നേതാക്കളും എല്ലാം തന്നെയും ഇവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഒപ്പം 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ഇവിടേക്ക് എത്തുന്നത്. തൃശൂർ, ആലത്തൂര്, അതോടൊപ്പം തന്നെ പൊന്നാനി,
ഒപ്പം മലപ്പുറത്തെയും ചാലക്കുടിയിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. ഇവരെല്ലാവരും തന്നെയും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഇവിടെ അഭിവാദ്യം ചെയ്യും. വലിയ രീതിയിൽ തന്നെ ഒരുക്കങ്ങളോടുകൂടിയാണ് ഇവിടുത്തെ സമ്മേളന പരിപാടികളുടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നത്. വിവിധ ഈ തൃശൂർ മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം നമുക്കിവിടെ ദൃശ്യമാണ്. പ്രവർത്തകരിൽ വലിയൊരു ആവേശം വർദ്ധിപ്പിക്കുന്നതിന് നരേന്ദ്രമോദിയുടെ കടന്നുവരവ് ഉതകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനം കൂടിയാകുമ്പോൾ അത് കൂടുതൽ പ്രവർത്തകരിലേക്ക് ആവേശം വിതറുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അഭിലാഷ്, അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കേരളത്തിലേക്ക് എത്തുന്നു. ഇരുവരും ഒരേ സമയം തന്നെ കേരളത്തിലുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാവിലെ തന്നെ വലിയ ആൾക്കൂട്ടം ആണ് നരേന്ദ്രമോദിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത്. കുന്നംകുളത്ത് ആണ് പൊതുപരിപാടിയുള്ളത്. ആലത്തൂർ മണ്ഡലത്തിൽ ആണ് കുന്നംകുളം വരുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി നമുക്ക് ആലത്തൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. കാട്ടാക്കടയിൽ ആണ് പൊതുയോഗം. ആറ്റിങ്ങൽ മണ്ഡലത്തിന് കീഴിൽ ആണ് കാട്ടാക്കട പ്രദേശം വരുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ മോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. നേരത്തെ മാർച്ച് 19 പാലക്കാട് എത്തിയിരുന്നു. പത്തനംതിട്ടയിലും നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു. ഈ വർഷം തന്നെ ഇത് 6 തവണ പ്രധാനമന്ത്രി വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും പ്രധാനമന്ത്രി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനുശേഷം പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്കാണ് പോവുക. അതേസമയം രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിനായി വീണ്ടും എത്തുകയാണ്. നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ വയനാടിനെ ഇളക്കിമറിച്ച സാഹചര്യമുണ്ടായിരുന്നു. വയനാട്ടിൽ അത്രമേൽ വലിയ പങ്കാളിത്തം ആയിരുന്നു ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ ശക്തി പ്രകടനമാക്കി നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ വരവിനെ മാറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണുള്ളത്. വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. 26-ാം തീയതിയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കഴിയുന്നത്ര ആളുകളെ ഈ പരിപാടികളിൽ പങ്കെടുപ്പിക്കുക എന്നതിന് തന്നെയാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്.